66 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേയുള്ള ഭൂമി. രാക്ഷസ ജീവികളുടെ രാജാക്കന്മാരായ ഡൈനോസേഴ്സ് ലോകം ഭരിച്ചിരുന്ന കാലം. ദിനോസറുകൾ ഭൂമിയുടെ ഭരണം ഏറ്റെടുത്തിട്ട് 16 കോടി വർഷങ്ങളിലേറെയായി. എന്നാൽ അപ്രതീക്ഷിതമായിട്ടൊരു ദിവസം 10 കിലോമീറ്റേഴ്സോളം വലിപ്പമുള്ള ഭീമാകാരമായ ഒരു ഉൽക്ക ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അത് വളരെ വേഗത്തിൽ ഭൂമിയെ ലക്ഷ്യമിട്ട് വരികയാണ്. അത് വന്ന് പതിച്ചാൽ ഭൂമിയിൽ ഒരു മഹാവംശനാശമുണ്ടാകും. അതോടെ ലോകം എന്നേക്കുമായി രൂപാന്തരപ്പെടും. ഓരോ ദിവസവും അത് ഭൂമിക്ക് സമീപത്തോട്ട് വന്നുകൊണ്ടിരുന്നു. എന്നാൽ അവസാനം ഭാഗ്യത്തിന് അത് മിസ്സായി. ഭൂമിയിൽ വന്ന് പതിക്കേണ്ടതിന് പകരം അത് ഭൂമിക്ക് സമീപത്തുകൂടെ തലനാരിടയ്ക്ക് കടന്നുപോയി. അങ്ങനെ ഒരു മഹാവംശനാശത്തിൽ നിന്നും ലോകം രക്ഷപ്പെട്ടു. ദിനോസറുകൾ അതിജീവിച്ചു. ഭൂമിയിലെ ജീവൻ പഴയതുപോലെ തന്നെ വീണ്ടും മുന്നോട്ടു പോയി. 6.5 കോടി വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെയാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ ലോകം എങ്ങനെയാകുമായിരുന്നു? ദിനോസറുകൾ ഇപ്പോഴും ലോകം ഭരിക്കുമായിരുന്നോ? മനുഷ്യരാശി ഭൂമിയിൽ ഉടലെടുക്കുമായിരുന്നോ? മനുഷ്യന്റെ സ്ഥാനത്ത് ദിനോസറുകൾ ഇന്റലിജന്റായി മാറുമായിരുന്നോ? ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കാതിരുന്നെങ്കിൽ ഇന്ന് ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ഉൽക്ക വന്ന് പതിക്കാതിരുന്നെങ്കിൽ ഭൂമിയിലെ ജീവൻ പഴയതുപോലെ തന്നെ തുടരുമായിരുന്നു. പക്ഷെ എന്ന് കരുതി ആ കാലം ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും തുടരുമായിരുന്നു എന്നല്ല. ഭൂമിയും ഭൂമിയിലെ ജീവനും എപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ജീവിവർഗങ്ങൾക്ക് കാലക്രമേണ നാച്ചുറലി വംശനാശം സംഭവിക്കും. അതിജീവിക്കുന്നവയിൽ നിന്ന് പുതിയ വർഗങ്ങൾ ഉടലെടുക്കും. കാലാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കും. ഭൂഖണ്ഡങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കും. സമുദ്രനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കും. ആവാസ വ്യവസ്ഥകളും കാലക്രമേണ രൂപാന്തരപ്പെടും. പക്ഷെ എന്ന് കരുതി ഡൈനോസേഴ്സ് മൊത്തം നശിച്ചു പോകുമെന്ന് കരുതരുത്. ഇതൊന്നും ദിനോസറുകൾക്ക് പുത്തരിയല്ല. 23 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഡൈനോസേഴ്സ് ഭൂമിയിലുണ്ട്. ഇത്രയും കാലത്തിനിടയിൽ ആവാസ വ്യവസ്ഥകളിലെ വ്യത്യസ്തമായ രൂപമാറ്റങ്ങൾ അവ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ലോകത്തിന്റെ തീവ്രമായ സകല സാഹചര്യങ്ങളെയും പല തവണ തരണം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് 6.5 കോടി വർഷങ്ങൾ കൊണ്ട് ഇവയ്ക്ക് തീർച്ചയായും വംശനാശമൊന്നും സംഭവിക്കുമായിരുന്നില്ല. എന്നാൽ 6.5 കോടി വർഷങ്ങളുടെ പരിണാമം കാരണം ഇന്ന് തികച്ചും വ്യത്യസ്തമായ പുതിയൊരു ഡൈനോസർ ലോകം കാണാമായിരുന്നു. പുരാതന കാലത്തിലുണ്ടായിരുന്ന ഡൈനോസേഴ്സ് ഒന്നും ഈ പുതിയ ലോകത്തിലുണ്ടായിരിക്കില്ല. ടീറക്സും ട്രൈസറാടോപ്സും സ്പൈനോസോറസും അങ്ങനെ നമുക്ക് സുപരിചിതമായ ഒന്നിനെയും ഈ ലോകത്തിൽ കാണാൻ കഴിയില്ല. പകരം ഇവയെല്ലാം പരിണമിച്ച് പുതിയ ഡൈനോസർ വർഗങ്ങളായി മാറിയേനെ. അവ നമുക്കറിയാവുന്ന ഡൈനോസേഴ്സിൽ നിന്നുമെല്ലാം തികച്ചും വ്യത്യസ്തമായിരിക്കും. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പക്ഷികൾ. പക്ഷികൾ യഥാർത്ഥത്തിൽ ഒരു വിഭാഗം ഡൈനോസേഴ്സ് ആണ്. ഉൽക്കാപതനത്തെ അതിജീവിച്ച ഒരേ ഒരു വിഭാഗം ദിനോസറുകൾ. പക്ഷേ പൊതുവെ നമ്മൾ പക്ഷികളെ ഡൈനോസേഴ്സ് ആയിട്ട് ചിന്തിക്കുക പോലും ചെയ്യാറില്ല. കാരണം ഫോസിൽ രേഖകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഡൈനോസേഴ്സും പക്ഷികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവും തോന്നില്ല. പരിണാമം ജീവിവർഗങ്ങളെ എത്രമാത്രം നാടകീയമായി പരിവർത്തനം ചെയ്യുമെന്ന് പക്ഷികളുടെ ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരൊറ്റ വർഗം തെറോപോഡ് ഡൈനോസറിൽ നിന്നുമാണ് പക്ഷികൾ പരിണമിച്ചത്. ബഹുഭൂരിപക്ഷം പക്ഷിവർഗങ്ങൾക്കും ഉൽക്കാപതനത്തിൽ വംശനാശം സംഭവിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഇന്ന് ഭൂമിയിൽ 10,000-ൽ കൂടുതൽ പക്ഷിവർഗങ്ങളുണ്ട്. അപ്പോൾ 6.5 കോടി വർഷങ്ങൾക്ക് മുന്നേ ഉൽക്ക വന്ന് പതിക്കാതിരുന്നെങ്കിൽ സകല ഡൈനോസർ വർഗങ്ങളും അതിജീവിക്കുമായിരുന്നു. അവയിൽ നിന്നും ഇന്ന് എത്രമാത്രം പുതിയ വർഗങ്ങൾ പരിണമിക്കുമായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ. പുരാതന കാലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തവും വിചിത്രവുമായ വൈവിധ്യമാർന്ന ഡൈനോസർ വർഗങ്ങൾ ഇന്ന് ഭൂമിയിലുടനീളം ഉണ്ടാകുമായിരുന്നു. ഈ പറഞ്ഞത് ദിനോസറുകളുടെ മാത്രം കാര്യമല്ല. ഡൈനോസേഴ്സിന്റെ കാലമെന്ന് പൊതുവെ പറയുമെങ്കിലും ആ കാലത്തിന് ശരിക്കും പറയേണ്ടത് ഉരകവർഗങ്ങളുടെ കാലമെന്നാണ്. കാരണം അന്ന് ഡൈനോസേഴ്സ് എന്ന ഉരക വിഭാഗം കര മുഴുവൻ ഭരിച്ചിരുന്നപ്പോൾ ആകാശം ഭരിച്ചിരുന്നത് ടെറോസോഡ്സ് എന്ന മറ്റൊരു ഉരക വിഭാഗമാണ്. സമുദ്രങ്ങൾ ഭരിച്ചിരുന്നത് ഇക്തിയോസോർസ്, മൊസോസോർസ്, പ്ലസിയോസോർസ്, പ്ലയോസോർസ് എന്നിങ്ങനെയുള്ള മറ്റ് ചില ഉരകവർഗങ്ങളുമാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ അന്ന് വ്യത്യസ്തമായ ഉരകവർഗങ്ങളാണ് ഭൂമി മുഴുവൻ ഭരിച്ചിരുന്നത്. ഡൈനോസേഴ്സിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഈ ഉരകവർഗങ്ങളെല്ലാം തന്നെ ഇന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ പുതിയ വർഗങ്ങളായി പരിണമിച്ചേനെ. ഡൈനോസേഴ്സ് ഭൂമിയിൽ അവതരിച്ച് കുറച്ചു കാലം കഴിഞ്ഞതും, കൃത്യമായി പറഞ്ഞാൽ 22 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ മാമൽസും ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. കാലക്രമേണ അവ വൈവിധ്യമായി പരിണമിക്കുകയും ചെയ്തു. പക്ഷേ ഡൈനോസേഴ്സിന്റെ കാലത്തിൽ ലഭ്യമായ എല്ലാ പാരിസ്ഥിതിക മേഖലകളിലും മാമൽസിനേക്കാൾ മികച്ച ജീവിവർഗങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാമൽസിന് ദിനോസറുകളെ പോലെയുള്ള മറ്റ് ഉരക ജീവിവർഗങ്ങളുടെ അത്ര വൈവിധ്യമായി പരിണമിക്കാൻ സാധിച്ചില്ല.
കോമ്പറ്റീഷൻ ശക്തമായിരുന്നതിനാൽ മാമൽസിന് അധികം വലിപ്പം വയ്ക്കാനും പറ്റിയില്ല. ഫോസിൽ രേഖകൾ പ്രകാരം ഡൈനോസേഴ്സിന്റെ കാലത്തിലെ ഏറ്റവും വലിയ മാമൽ റെപ്പനോമാമസ് ജൈജാന്റിക്കസ് ആയിരുന്നു. പക്ഷേ ഇതിന് പോലും ഏതാണ്ട് 13 കിലോഗ്രാം ഭാരമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയേറെ ചെറിയ ജീവികളായിരുന്നു അന്നത്തെ സകല മാമൽസും. ഉൽക്കാപതനം കാരണം രാക്ഷസമായ ഉരകജീവികളൊക്കെ അപ്രത്യക്ഷമായപ്പോൾ വലിയ സസ്യഭുക്കുകളുടെയും മാംസഭുക്കുകളുടെയും നിരവധി പാരിസ്ഥിതിക മേഖലകൾ കരയിലും സമുദ്രത്തിലും മാമൽസിന് പെട്ടെന്ന് ലഭ്യമായി. ഈ ലഭ്യമായ മേഖലകളിലേക്ക് അന്നത്തെ കുഞ്ഞൻ മാമൽസിന് കയറിപ്പറ്റാൻ സാധിച്ചതുകൊണ്ടാണ് ആനയും കുതിരയും ജിറാഫും തിമിംഗലങ്ങളും മനുഷ്യരും അങ്ങനെ ഇന്ന് കാണുന്ന സകല മാമൽസും കാലക്രമേണ പരിണമിച്ചത്. എന്നാൽ ഉൽക്ക വന്ന് പതിക്കാത്ത പുതിയ ഭൂമിയിൽ മാമൽസിന് മറ്റ് മേഖലകളിലേക്ക് വ്യാപിക്കാനുള്ള അവസരം ലഭിക്കില്ല. വലിയ സസ്യഭുക്കുകളുടെ സ്ഥാനത്ത് ഇപ്പോഴും അർജന്റീനോസൗറസും ട്രൈസറാടോപ്സും ഒക്കെ പോലെയുള്ള ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നേനെ. പ്രഡറ്റേഴ്സിന്റെ സ്ഥാനത്താണെങ്കിൽ റാപ്റ്റേഴ്സും ടീറക്സും ഒക്കെ പോലെയുള്ള ഡൈനോസേഴ്സും ഉണ്ടായിരിക്കും. സമുദ്രത്തിലും ആകാശത്തിലും എല്ലാം ഇത് തന്നെയായിരിക്കും അവസ്ഥ. എല്ലായിടത്തും ഏതെങ്കിലും രാക്ഷസമായ ഉരകവർഗം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മാമൽസിന് ഈ മേഖലകളിലൊന്നും മുന്നേറാൻ സാധിക്കില്ല എന്ന് കരുതി അവയ്ക്ക് വംശനാശം സംഭവിക്കുമെന്നുമല്ല. തീർച്ചയായും മാമൽസ് ഇപ്പോഴും അതിജീവിക്കുമായിരുന്നു. അതിജീവിക്കുമെന്നതിലുപരി ഒരുപാട് വൈവിധ്യമാർന്ന രീതിയിൽ അവ പരിണമിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അവയൊന്നും ഇന്ന് കാണുന്ന രീതിയിലുള്ളവയായിരിക്കില്ല. ഉൽക്ക വന്ന് പതിക്കാത്ത ഈ ഭൂമിയിലെ മാമൽസ് എല്ലാം ഭൂമി ഭരിക്കുന്ന ഉരകജീവി വർഗങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന രീതിയിലായിരിക്കും പരിണമിക്കുന്നത്. അതായത് ഉരകവർഗങ്ങളുമായി മത്സരിക്കുന്നതിന് പകരം അവയുടെ കണ്ണിൽ പെടാതെ ഒതുങ്ങി ജീവിക്കാനോ അല്ലെങ്കിൽ അവശേഷിക്കുന്ന ചെറിയ ഏതെങ്കിലും ഒഴിവുകൾ മാത്രം പ്രയോജനപ്പെടുത്താനോ തക്ക വിധത്തിൽ മാമൽസ് വളരെ വലിപ്പം കുറഞ്ഞവയായി തന്നെ പരിണമിക്കുമായിരുന്നു. വലിപ്പം കുറവായതിനാൽ ഒരാവാസ വ്യവസ്ഥയിലും മാമൽസിന് ആധിപത്യം സ്ഥാപിക്കാനും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് മനുഷ്യനുണ്ടാകുമായിരുന്നോ? നമ്മുടെ നിലനിൽപ്പ് പരിണാമ സംഭവങ്ങളുടെ ഒരു വലിയ ശൃംഖലയുടെ അനന്തരഫലമാണ്. പല കോടി വർഷങ്ങൾക്ക് മുന്നേ ഒരു വർഗം സിനാപ്സിഡിൽ നിന്ന് മാമൽസ് പരിണമിച്ചു. ശേഷം മാമൽസിൽ നിന്നും പ്രൈമേറ്റ്സ് പരിണമിച്ചു. ശേഷം അവയിൽ നിന്ന് എയ്പ്സ് ഉണ്ടായി. അവയിൽ നിന്ന് പിന്നീട് ഹോമിനിൻസ് രൂപം കൊണ്ടു. അവസാനം ഹോമിനിൻസിൽ നിന്ന് ഹോമോസാപ്പിയൻസ് ഉടലെടുത്തു. ഇങ്ങനെ ഒരുപാട് പടികൾ കടന്നാണ് മനുഷ്യൻ പരിണമിച്ചത്. ഇതിലെ ഓരോ പടിയും പല ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച പരിണാമ സംഭവങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് മാറിയാൽ പിന്നെ അതിനുശേഷമുള്ള മൊത്തം പരിണാമ ശൃംഖലയും തകരും. പരിണാമത്തെ മനുഷ്യനിലേക്ക് എത്തിച്ച ശൃംഖലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിരുന്നു 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച മഹാവംശനാശം. ഉൽക്ക വന്ന് പതിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ശൃംഖല പൂർണ്ണമായും തകരും. അനന്തരഫലമായി കാലക്രമേണ മനുഷ്യവർഗം പരിണമിക്കാനുള്ള സാധ്യതയും ഏകദേശം 0 മാറും. ഇനി അഥവാ എയ്പ്സ് പോലത്തെ ജീവിവർഗങ്ങൾ പരിണമിച്ചിരുന്നുവെങ്കിൽ പോലും തീരെ വലിപ്പം കുറഞ്ഞ ചെറിയ ജീവികളായിട്ടായിരിക്കും പരിണമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ ഇന്റലിജന്റ് ആയി മാറാനുള്ള സാധ്യതയുമില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഉൽക്കാപതനം സംഭവിക്കാതിരുന്നെങ്കിൽ ഭൂമിയിൽ ഒരിക്കലും മനുഷ്യവർഗം പരിണമിക്കില്ലായിരുന്നു. മനുഷ്യവർഗമില്ലാത്ത ഈ ഭൂമി ഇന്നത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നേനെ. വമ്പൻ സിറ്റികളില്ല, റോഡുകളില്ല, ഫാക്ടറികളില്ല, കൃഷിയിടങ്ങളില്ല, അന്തരീക്ഷ മലിനീകരണമില്ല, വനനശീകരണമില്ല, അങ്ങനെ മനുഷ്യന്റെ ഒരിടപെടലുകളുമില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകം കുറച്ചുകൂടെ പ്രകൃതി സമ്പന്നമായിരുന്നേനെ. എന്നുവെച്ച് ഇത് സ്വർഗതുല്യമായ ഒരു ലോകമായിരിക്കുമെന്ന് കരുതരുത്. പ്രകൃതി എന്നത് യഥാർത്ഥത്തിൽ ഒരിക്കലും സമാധാനപരമായ ഒന്നല്ല. മനുഷ്യനില്ലാതെയും സ്വാഭാവികമായ മാറ്റങ്ങൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ആവാസ വ്യവസ്ഥകളും കാലാവസ്ഥകളുമൊക്കെ മാറിക്കൊണ്ടിരിക്കും. പലതരം അസുഖങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കും. തീവ്രമായ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നിരന്തരമായി ജീവിവർഗങ്ങൾക്ക് വംശനാശം സംഭവിക്കും. പക്ഷെ ഇതെല്ലാം വളരെ സാവകാശം സ്വാഭാവികമായ രീതിയിലായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ജീവിവർഗങ്ങൾക്കും അതുമായി പൊരുത്തപ്പെടാനുള്ള സമയം കിട്ടും. അതിനാൽ ഇന്നത്തെ പോലെ ആ ജീവിവർഗങ്ങൾക്ക് ക്രമാതീതമായി എക്സ്റ്റിങ്ഷൻ സംഭവിക്കുമായിരുന്നില്ല. ബഹിരാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഭൂമിയും ഉൽക്ക വന്ന് പതിക്കാതെ രക്ഷപ്പെട്ട പുതിയ ഭൂമിയും ഏകദേശം ഒരേപോലെ തന്നെ കാണപ്പെടും. രാത്രിവശത്തിൽ സിറ്റികളുടെ പ്രകാശം കാണാൻ കഴിയില്ല എന്നതല്ലാതെ പ്രത്യക്ഷത്തിൽ വേറെ ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല. എന്നാൽ ഉപരിതലത്തിൽ ഇറങ്ങുമ്പോൾ ഇത് ഭൂമിയാണെന്ന് പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ശരിക്കും ഏതോ അന്യഗ്രഹം പോലെ തന്നെ തോന്നും. അത്രയേറെ വ്യത്യസ്തമായിരിക്കും ഈ ലോകം. ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും ഇവിടെ ജീവിക്കുന്ന സകല ജീവിവർഗങ്ങളും വ്യത്യസ്തമായിരുന്നേനെ. ഈ ലോകത്തിലെ സസ്തനികളെല്ലാം തീരെ ചെറിയ ജീവികളാണ്.
ഭൂരിപക്ഷം സസ്തനികളും ദിനോസറുകളുടെ കണ്ണിൽ പെടാതിരിക്കാൻ നോക്ടേണലായി മാറും. അതായത് അവ രാത്രിയിലായിരിക്കും ഉണർന്നിരിക്കുന്നത്. ഇവയുടെ കേൾവിശക്തിയും മണം പിടിക്കാനുള്ള ശക്തിയും രാത്രിയിൽ അതിജീവിക്കാൻ വേണ്ടി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിരുന്നേനെ. അണ്ടർഗ്രൗണ്ട് മാളങ്ങളിലും മരക്കൊമ്പുകളിലുമൊക്കെ ആയിരിക്കും പൊതുവെ ഇവ ജീവിക്കുന്നത്. അപ്പോൾ നല്ലൊരു ശതമാനം മാമൽസും ഇന്നത്തെ ബാഡ്ജേഴ്സിനെയും ഫ്ലൈയിങ് സ്ക്വിറൽസിനെയും ഒക്കെ പോലെ ആയിരുന്നേനെ. ആഹാര സമ്പത്തുകൾക്ക് വേണ്ടി തീവ്രമായ കോമ്പറ്റീഷൻ ഉള്ളതിനാൽ നല്ലൊരു ശതമാനം മാമൽസും മുട്ടയിടുന്നവയായിരിക്കും. പ്രസവിക്കുന്നവയായിരുന്നാലും അവ മാർസൂപ്പിയൽസിനെ പോലെയുള്ളവയായിരിക്കും. മാർസൂപ്പിയൽസിന്റെ ന്യൂബോൺ ബേബീസ് തീരെ ചെറുതാണ്. മാർസൂപ്പിയൽ വർഗത്തിൽ റെഡ് കങ്കാരുവിന്റെ നവജാത ശിശുവാണ് ഏറ്റവും വലുത്. പക്ഷേ അതിനെ പോലും വെറും ഒരേ ഒരു ഇഞ്ച് വലിപ്പമേ ഉണ്ടായിരിക്കൂ. ഊർജം വളരെ എഫിഷ്യന്റായി ഉപയോഗിക്കാനും അപകടം നിറഞ്ഞ ലോകത്ത് സുരക്ഷിതമായിരിക്കാനും ഈ മാർഗങ്ങളാണ് കൂടുതൽ ഉത്തമം. പ്രാണികൾ, വിത്തുകൾ, പഴവർഗ്ഗങ്ങൾ, കുഞ്ഞു കശേരുക്കൾ എന്നിവയായിരിക്കും മാമൽസിന്റെ പ്രധാന ആഹാര സ്രോതസ്സുകൾ. ഡൈനോസേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ ഒട്ടുമിക്ക മാമൽസിനും ഡിഫെൻസീവായ എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടായിരിക്കും. അതായത് വിഷമോ കട്ടിയുള്ള ആർമറോ മുള്ളുകളോ പോലെയുള്ള ആയുധങ്ങൾ. ഈ ലോകത്തിൽ പക്ഷികൾക്ക് പകരം ആകാശം ഭരിക്കുന്നത് ടെറോസോർസ് ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും ധാരാളം പക്ഷിവർഗങ്ങളും ഉണ്ടായിരുന്നേനെ. സമുദ്രത്തിലാണെങ്കിൽ ചെറുതും വലുതുമായ നിരവധി രാക്ഷസ ജീവി വർഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മാമൽസിന് ഒരിക്കലും സമുദ്രത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. സമുദ്രത്തിലെ സസ്തനികൾ എന്ന ഒരു വിഭാഗം പോലും കാണില്ല. അപ്പോൾ തിമിംഗലങ്ങൾക്ക് പകരം ഇന്ന് അവയുടെ അത്ര വലിപ്പമുള്ള മൊസാസൗറസ് വർഗങ്ങളെ കാണാമായിരുന്നു. പുരാതന കാലത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സസ്യജാല വർഗങ്ങൾ ജിംനോസ്പേംസും ടെറിഡോഫൈറ്റ്സുമാണ്. അതായത് ഫേൺസും കോണിഫേഴ്സും പോലെയുള്ളവ. എന്നാൽ ഉൽക്കാപതനത്തിൽ 50% കൂടുതൽ സസ്യജാല വർഗങ്ങളും നശിച്ചുപോയി. അതിനുശേഷം പെട്ടെന്ന് വളരുന്നതായ ആൻജിയോസ്പേംസ് അധികാരം ഏറ്റെടുത്തു. ഇന്ന് ഭൂമിയിലെ മൊത്തം സസ്യജാല വർഗങ്ങളിൽ ഏതാണ്ട് 80% ആൻജിയോസ്പേംസ് ആണ്. ഉൽക്ക വന്ന് പതിക്കാത്ത ഭൂമിയിൽ ആൻജിയോസ്പേംസിന് പുറമെ മറ്റു വർഗങ്ങളും ധാരാളം ഉണ്ടായിരുന്നേനെ. അപ്പോൾ സസ്യജാലങ്ങളെല്ലാം വ്യത്യസ്തമായി കാണപ്പെടുമായിരുന്നു. മരങ്ങളും കുറ്റിച്ചെടികളുമൊക്കെ തീവ്രമായ പ്രതിരോധ രീതികൾ വികസിപ്പിക്കുമായിരുന്നു. ഭീമാകാരമായ സസ്യഭുക്കുകളായ ദിനോസറുകളെ തടയാൻ അതിശക്തമായ വലിയ മുള്ളുകൾ, ഘോര വിഷമുള്ള ദ്രാവകങ്ങൾ, വിഷം കുത്താനുള്ള രോമങ്ങൾ, അവിശ്വസനീയമാം വിധം കട്ടിയുള്ള പുറംതൊലി എന്നിങ്ങനെ മാരകമായ പല തരത്തിലുമുള്ള പ്രതിരോധ രീതികളും ഇന്ന് മരങ്ങളിലും കുറ്റിച്ചെടികളിലുമൊക്കെ നമുക്ക് കാണാമായിരുന്നു. കരയിലെ സസ്യജാലങ്ങളെയും മൃഗങ്ങളെയുമൊക്കെ ആശ്രയിച്ചാണ് പ്രാണികൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉൽക്ക വന്ന് പതിക്കാത്ത ഡൈനോസേഴ്സിന്റെ ഭൂമിയിൽ പ്രാണികൾ തികച്ചും വ്യത്യസ്തമായി പരിണമിച്ചേനെ. ഉദാഹരണത്തിന് ചിത്രശലഭങ്ങളും തേനീച്ചകളും പോലെയുള്ള പ്രാണികൾ ആൻജിയോസ്പേം ചെടികൾക്കനുസരിച്ചാണ് പരിണമിച്ചിരിക്കുന്നത്. എന്നാൽ ഉൽക്ക വന്ന് പതിക്കാതിരുന്നെങ്കിൽ ആൻജിയോസ്പേംസ് ഇത്രയും വൈവിധ്യമാകില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രശലഭങ്ങളും തേനീച്ചകളും പോലെയുള്ള പ്രാണികളും ഇന്ന് തീരെ കുറവായിരുന്നേനെ. ഡങ് ബീറ്റിൽസ് പോലെയുള്ള പ്രാണികൾ ദിനോസറുകളുടെ കാലം മുതലേയുണ്ട്. ദിനോസറുകൾ പോയപ്പോൾ പിന്നെ മാമൽസിന്റെ വേസ്റ്റ് ഉപയോഗിച്ചാണ് ഇവ അതിജീവിച്ചത്. എന്നാൽ ഉൽക്ക വന്ന് പതിക്കാതിരുന്നെങ്കിൽ ഈ പ്രാണികൾ ഡൈനോസേഴ്സിന്റെ വേസ്റ്റ് ഉപയോഗിക്കുന്ന രീതിയിൽ പരിണമിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവ ഇന്നത്തേതിൽ നിന്നും പല മടങ്ങ് വലിപ്പം വയ്ക്കും. ഇവയുടെ മാത്രമല്ല ഒട്ടുമിക്ക പ്രാണികളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ തന്നെ ചെറിയ മാമൽസിനെ വേട്ടയാടുന്ന പ്രാണികളുണ്ട്. അപ്പോൾ ഉൽക്കാപതനം സംഭവിക്കാത്ത ലോകത്തിൽ നല്ലൊരു ശതമാനം മാമൽസിനെയും വേട്ടയാടാൻ തക്ക വിധത്തിലുള്ള വലിയ പ്രാണികൾ ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകം എല്ലാം കൊണ്ടും മാമൽസിന് വളരെ വളരെ ഡേഞ്ചറസ് ആയിരുന്നേനെ. ഇതുവരെ പറഞ്ഞത് പ്രകൃതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ പൂർണ്ണമായും സൈദ്ധാന്തികമായി ചിന്തിച്ചാലോ? അതായത് ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കാത്ത ഭൂമിയിൽ ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിൽ മനുഷ്യൻ പരിണമിച്ചെങ്കിലോ? അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഏകദേശം 0. എന്നിരുന്നാലും നമുക്ക് വെറുതെ അങ്ങനെ സങ്കല്പിച്ചു നോക്കാം. അങ്ങനെ സംഭവിച്ചാൽ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ദിനോസറുകളെ കീഴടക്കിയേനെ. ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ അതിജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെടും. എന്നാൽ പിന്നീട് പതിയെ പതിയെ നമ്മൾ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. എന്തെന്നാൽ ദിനോസറുകൾ ഫിസിക്കലി എത്ര ശക്തരാണെങ്കിലും മനുഷ്യനാണ് ഏറ്റവും ശക്തമായ ആയുധമുള്ളത്. അതാണ് ഇന്റലിജൻസ്. ഈ ബുദ്ധിശക്തി കൊണ്ട് നമുക്ക് തീർച്ചയായും ഡൈനോസേഴ്സിനെ കീഴടക്കാൻ കഴിയും. ഉദാഹരണത്തിന് എത്ര തീവ്രമായ ഡൈനോസർ ആയിരുന്നാലും അതിനെ കീഴടക്കാൻ ഒരൊറ്റ മനുഷ്യൻ മാത്രം മതി. പക്ഷേ അയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരിക്കണമെന്ന് മാത്രം. യഥാർത്ഥത്തിൽ കീഴടക്കുമെന്നതിലുപരി ബഹുഭൂരിപക്ഷം ദിനോസറുകൾക്കും മനുഷ്യൻ കാരണം പണ്ടേ തന്നെ വംശനാശം സംഭവിക്കുമായിരുന്നു. അവശേഷിക്കുന്ന ഡൈനോസേഴ്സ് മിക്കവാറും സസ്യഭുക്കുകളും ചെറിയ മാംസഭുക്കുകളുമായിരിക്കും. ഒരുപക്ഷെ നായകൾ മനുഷ്യന്റെ കൂട്ടുകാരായതുപോലെ ഏതെങ്കിലും ഡൈനോസർ വർഗവും മനുഷ്യന്റെ കൂട്ടുകാരാകുമായിരിക്കും.
ചില ഡൈനോസർ വർഗ്ഗങ്ങളെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ദിനോസറുകളും ബുദ്ധിയുള്ളവരായി മാറിയിരുന്നെങ്കിലോ? എങ്കിൽ ആദ്യം ഏത് വർഗമാണോ ബുദ്ധിയുള്ളവരായി മാറിയത് അവര് ഇന്ന് ലോകം ഭരിക്കുമായിരുന്നു. ഉദാഹരണത്തിന് ഡൈനോസേഴ്സ് ആണ് ആദ്യം ഇന്റലിജന്റ് ആയി മാറിയതെങ്കിൽ ഇന്ന് അവരായിരിക്കും ലോകം ഭരിക്കുന്നത്. മനുഷ്യവർഗത്തിന് വംശനാശവും സംഭവിക്കും. കാരണം ഇന്റലിജന്റ് ആയ ഒരു വർഗം അവരെ വെല്ലുവിളിക്കാൻ തക്ക വിധത്തിൽ മറ്റൊരു വർഗത്തിന് ഇന്റലിജന്റ് ആയി മാറാൻ ഒരിക്കലും അനുവദിക്കില്ല. പക്ഷേ രണ്ട് വർഗങ്ങളും ഒരേ സമയത്താണ് ഇന്റലിജന്റ് ആയി മാറിയതെങ്കിലോ? എങ്കിൽ കഥ ആകെ മാറും. ആദിമകാലം മുതൽ രണ്ടു കൂട്ടരും തമ്മിൽ പരസ്പരം യുദ്ധമായിരിക്കും. ആധുനിക ലോകത്തിൽ ഒരുപക്ഷെ ഒരു പരിധിവരെ രണ്ടു കൂട്ടരും തമ്മിൽ സമാധാനപരമായി പോകുമായിരിക്കും. പക്ഷെ ഈ സമാധാനം വളരെ വേഗം തന്നെ ഇല്ലാതാകും. എന്തെന്നാൽ ഇന്റലിജന്റ് ആയ ജീവിവർഗങ്ങൾക്ക് ഒരിക്കലും കീഴടങ്ങിയിരിക്കാൻ സാധിക്കില്ല. അതുമാത്രമല്ല, എത്ര റിസോഴ്സസ് കിട്ടിയാലും അവർക്ക് മതിയാവുകയുമില്ല. എപ്പോഴും ഇനിയും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കും. ആഗ്രഹം എന്നതിലുപരി പോപ്പുലേഷൻ കൂടുമ്പോൾ അതൊരു അത്യാവശ്യമായി മാറുകയും ചെയ്യും. അങ്ങനെ അവസാനം നിവർത്തിയില്ലാതെ രണ്ടു കൂട്ടരും തമ്മിൽ മഹായുദ്ധമുണ്ടാകും. അതിൽ ഒരു കൂട്ടര് അതിജീവിക്കും, മറ്റേ കൂട്ടർക്ക് വംശനാശം സംഭവിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.